ആര് പറഞ്ഞു? വെറുതെ അവിടെ ഇരിക്കട്ടെ. എന്തിനിപ്പോ ഫോണ്? അയ്യ കുഴപ്പമില്ല, ചിരി കൊള്ളാം. ആ മക്കളെ, നീയായിരിക്കും അമ്മൂമ്മ വിളിക്കണ്. മക്കളെ ഇന്ന് അമ്മയെടുത്ത് പറ, അച്ഛനും അമ്മൂമ്മയും കൂടെ ഇവിടെ ഭയങ്കര സംസാരം എന്ന് പറ. പോയി പോയി പറ പോ. അമ്മ പറയണം. ഞാൻ പറയാനാ? അയ്യോ അത് കട്ടായില്ല, കട്ടായി പോയതാണ്. ആ ആ പിന്നെ നീരൊക്കെ ഇവിടെ പടവലത്ത് പോകണമെന്ന്. പോട്ട്. ആ വരാമോ, ഒരു ദിവസം വരാം അങ്ങോട്ട്. ഹലോ. അങ്ങനെ പറഞ്ഞങ്ങനെ ഞാൻ നീരും പിള്ളേരായിട്ട് അവിടെ നിന്നല്ലേ ഉള്ളൂ. പിന്നെ എപ്പോഴെപ്പോഴും കാണുമെന്ന് പറഞ്ഞാൽ അതിന് ശരിയാവും. എനിക്കിവിടെ ആരെയും കാണണ്ട, അത്രേ ഉള്ളൂ. ആ രാവിലെ വിളിച്ച് വഴക്ക് പറയണ അമ്മ അച്ഛൻ പാമാ കളിക്കാതെ. പിന്നെ എപ്പോഴും അവിടെ വന്നുകൊണ്ട് കിടന്നതല്ല. എന്തിനാ അമ്മ വിളിച്ച് വെറുതെ വഴക്കുണ്ടാക്കണേ? വഴക്കുണ്ടാക്കാൻ ഞാൻ അങ്ങോട്ട് ചെല്ലാൻ എന്നെ കാണണമെന്ന്. അമ്മ ഇപ്പൊ വിളിച്ചിട്ടെന്തിന്? നമ്മൾ അങ്ങോട്ട് ചെല്ലാൻ വേണ്ടി. ആ അമ്മയ്ക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ? വയസ്സായി വരുമല്ലേ, അവർക്ക് ആഗ്രഹം ഉണ്ടാവും അവരുടെ മോനെയും കൊച്ചുമക്കളെയും എല്ലാവരെയും കാണണമെന്ന്. അതിന് അവരുടെ വഴക്കുണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ? ഈ അച്ഛപ്പ ഇങ്ങനെയാണെന്ന് എപ്പോഴെങ്കിലും അമ്മൂമ്മനെ വിളിച്ച് വെറുതെ ഉടക്കുണ്ടാക്കുക ശരിയല്ല കേട്ടാ. ഇവിടെ കൊണ്ടൊക്കെ വഴക്കുണ്ടാക്കണല്ലേ? എനിക്ക് എൻ്റെ കൊച്ചിനെ ഭാര്യ അവിടെ കൊണ്ട് കാണിക്കാൻ പറ്റുന്നുണ്ടോ? അതിനുള്ള സാഹചര്യം ഉണ്ടാ? അതുകൊണ്ട് എനിക്ക് ഞാൻ ഉടക്കുണ്ടാക്കണല്ല, വിഷമം കൊണ്ടാണ് പറഞ്ഞത്. അച്ഛൻ്റെ വിഷമം എനിക്ക് മനസ്സിലായി. അച്ഛൻ ഒരു കാര്യം ചെയ്യും, നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു ദിവസം പടവലത്ത് അല്ല നെയ്യാറ്റിൻകരയിൽ പോയി അടിച്ചു പൊളിക്കാം. എപ്പോഴേ? അവിടെ എല്ലാവരും ചാവുമ്പോഴാ. അച്ഛാ ഇതെന്തൊരു സംസാരം മാലു? പ്രായം എന്നോട് നിങ്ങളുടെ സംസാരത്തിന് ഒറ്റും മയമില്ല. ഭയങ്കര നികൃഷ്ടമായിട്ടാണ് സംസാരിക്കണേ. അതെ, ഞാൻ അടിസ്ഥാനപരമായിട്ട് നെയ്യാറ്റിൻകരക്കാരനാണ്. എൻ്റെ സംസാരം ഇങ്ങനെയാണ്. അതുകൊണ്ടാണ് ഉള്ളു തുറന്ന് സംസാരിക്കണേ. മനസ്സിലൊന്നുമില്ല, വെള്ളയാണ്. തൂക്കിയെടുത്ത് പുറത്തിരിക്കാം ഉണ്ടായിരുന്നില്ലെങ്കിൽ. നിങ്ങൾ അമ്മയെന്ന് വിളി, ഞാൻ ഒന്ന് സംസാരിക്കട്ടെ. അയ്യ അമ്മായിയമ്മ സ്നേഹം ഇപ്പൊ തന്നെ ഒക്കെ വിളിക്കണം. അത് എൻ്റെ ഫോണിൽ, അങ്ങനെ നീ വിളിക്കണ്ട. കുഴപ്പമില്ല, ഞാൻ പിന്നെ വിളിച്ചോളാം. ഞാൻ പിന്നെ വിളിച്ചോളാം. എൻ്റെ അമ്മ അങ്ങനെ വിളിക്കാമെങ്കിൽ ഞാൻ പടവലത്ത് വിളിച്ച് ഞാൻ ആവശ്യമായി വഴക്കുണ്ടാക്കും. ഉള്ള കാര്യം പറയാം. എന്താന്ന് വെച്ചാ ഇത്? ഡേ ഞാൻ നാട്ടുകാരെ വീട്ടുകാരെ വിട്ട് അന്യടത്ത് ജീവിക്കാൻ നിനക്കൊക്കെ വേണ്ടി കേട്ടാ. നിനക്ക് ഈ സ്വന്തം വീട് നാട് വിട്ടിരിക്കുന്ന വിഷമം നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നിനക്ക് ജോലിക്ക് വേണ്ടി കണ്ണൂരെ തൃശ്ശൂരെ പോകുന്ന പറയുമ്പോൾ നിനക്ക് വയ്യല്ലടാ. അതാ ബാലു വിഷമിക്കണ്ട. നമുക്ക് എല്ലാവർക്കും കൂടെ കുറച്ച് അവധി എടുത്തിട്ട് പടവലത്ത് പോയി അല്ല നെയ്യാറ്റിൻകര പോയി നിൽക്കാം, എന്നിട്ട് അടിച്ചു പൊളിക്കാം എല്ലാവരും കൂടെ. അപ്പോഴാണ് ആദ്യം വന്നത് പടവലം എന്നാണ്. നീ വർഷം പടവലായിട്ട് നെയ്യാറ്റിൻകര പോകുന്നത്. ഇതിന് നീ പോയിട്ടുണ്ടാ? നീ ആഴ്ചയൊക്കെ പടവലത്ത് പോകല്ല. ഇനി അങ്ങനെ നീ പടവലത്ത് പോകാൻ ഇറങ്ങണി. അപ്പോൾ കാണാൻ എൻ്റെ സ്വഭാവം, ബാലിൻ്റെ സ്വഭാവം. നീ ഇറങ്ങ്. അമ്മ വന്നമ്മ വന്ന വാ. വിളിച്ചാലും പാടാ എൻ്റെ സ്വഭാവം മാറേ. എൻ്റെ പഴയ സ്വഭാവം എടുത്താലേ പറ്റൂ. പാടാ. എൻ്റെ അടുത്താണ് കളി. നീ പടവലത്ത് പോകണം, നീ കാണണോടി. അമ്മ ഇതിപ്പോ പ്രശ്നമാണല്ലോ അമ്മ. കറക്റ്റ് സമയത്ത് നെയ്യാറ്റിൻകര നമ്മ വിളിച്ചതും പ്രശ്നമായി. ഇപ്പൊ വൈകുന്നേരം അമ്മ പടവലത്ത് പോകുമ്പോ ഇവിടെ പൂയിലായിരിക്കും അച്ഛൻ്റെ വകയ്ക്ക്. എന്ത് കാര്യം? പോവച്ച അവിടെ നിന്ന്. ഇവിടെ എങ്ങനെയാലും ഒന്ന് പടവലത്ത് പോയാലേ പറ്റുള്ളൂ. അച്ഛനോട് പറഞ്ഞു പോയില്ലേ ഞാൻ, എന്തോ ഒരു വഴിന്ന് പറ. അല്ല ഇതിപ്പോ ഇത്ര കൃത്യമായിട്ട് ഇന്ന് തന്നെ എങ്ങനെ അച്ഛൻ തെറ്റിയെന്ന് ഞാൻ ആലോചിക്കണത്. ആ സേവാകേന്ദ്രത്തിൽ നിന്ന് എത്തിയാ? നീ എപ്പോഴാണോ അങ്ങോട്ട് തിരിച്ചു പോകണ്ടേ? അതിനിപ്പോ ഉച്ച കഴിയുമ്പോ ഒന്നുകൂടെ പോകണം. ആ സന്തോഷം. ഒരു കാര്യം അങ്ങോട്ട് പറഞ്ഞേക്കാം, നിന്റെ ഈ സേവാകേന്ദ്രത്തിൽ പോക്കും ട്യൂഷൻ സെന്ററിൽ പോക്കും ഒക്കെ സന്തോഷമുള്ള കാര്യം തന്നെ. പക്ഷെ നിന്റെ പഠിത്ത കാര്യത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ കേശു, ഞാൻ നിന്റെ ഈ 2 സ്ഥലത്തും വരും. ട്യൂഷൻ സെന്ററിലും സേവാ സെന്ററിലും ഒക്കെ ഞാൻ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കും. നിന്നെ ഉഷ ചേച്ചി ഉണ്ടല്ലോ, അവർക്കും കൊടുക്കുന്നുണ്ട് ഒരു ഡോസ്. ഇത് അച്ഛൻ പറയുന്ന പോലെയല്ല, ഞാനാ പറയണത്. അമ്മ ഞാൻ നന്നായിട്ട് പഠിച്ചോളാം, വെറുതെ ആവശ്യമില്ല നാറ്റിക്കല്ലേ. നാറ്റിക്കണമെന്നാ നാറ്റിക്കും കേശു. എന്തേനമ്മ എന്ത് കലിപ്പെന്ന്? ഓ എനിക്ക് രാവിലെ ഞാൻ പറഞ്ഞിരുന്നില്ല എനിക്ക് പടവലത്ത് പോകണമെന്ന്. അതെങ്ങനെയോ അച്ഛൻ്റെ ചെവിയിൽ എത്തിയിട്ടുണ്ട്. എനിക്ക് പോയേ പറ്റുള്ളൂ. അതിനിടക്ക് മറ്റേ നിങ്ങളെ അച്ഛമ്മ ഉണ്ടല്ലോ പടവലത്ത് അല്ല നെയ്യാറ്റിൻകരയിലെ അമ്മ, അച്ഛനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛന് നിങ്ങളെ കൊണ്ട് അവിടെ പോകാൻ പറ്റണില്ല, അച്ഛനെ കാണാൻ പറ്റണില്ല എന്നുള്ള വിഷയമൊക്കെ ഇവർ തമ്മിൽ ചർച്ച ചെയ്ത് അതിന് വലിയ സംഭവമായി മാറിയിട്ടുണ്ട്. ഇതിനിടയ്ക്ക് എങ്ങനെ പോകാനാടാ? ഞാൻ പോണ കാര്യം നിങ്ങൾ അച്ഛനെ അറിഞ്ഞല്ലോ. അമ്മയാണെങ്കിൽ പടവലത്ത് അപ്പൂപ്പൻ്റെ അടുത്ത് വാക്കും കൊടുത്തു പോയി. അമ്മ രാവിലെ പടവലത്ത് പോണോന്ന് പറഞ്ഞായിരുന്നില്ലേ? ഞാൻ കേട്ടായിരുന്നു. നീ കേട്ടായിരുന്നാ? അമ്മ ഇവനാണ് നീ പോയി പറഞ്ഞു കൊടുത്തടെ കേശു? നീ അവിടെ ഇരുന്നിട്ട് പിന്നെ അച്ഛൻ്റെ അടുത്ത് എന്താ സംസാരിച്ച? അത് വല്ലതും ആണോ? അതൊന്നും അല്ല കേട്ടാ, ഞാൻ അച്ഛനടുത്ത് സേവാകേന്ദ്രത്തിലെ കാര്യം പറഞ്ഞത്. കേശു ഇതെങ്ങനെയാണ് ഇപ്പൊ പോണേ?
ആശാനെ എങ്ങനെ തണുപ്പിക്കണേ? എന്താ ഒരു മാർഗം? സോപ്പിടാ മതി. ഈ കാണ്ടാമൃഗത്തെ പോലെ ഇരിക്കണ ആളെ എങ്ങനെ സോപ്പിടാൻ? എന്നെ കൊണ്ടൊന്നും പറ്റിയൊന്നുമില്ല അതൊന്നും. അമ്മ നമുക്ക് നോക്കാമാ. നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷെ ദേവീതി എന്നെ ഇതിനകത്തൊന്നും പിടിച്ചിട്ട് കളയല്ലേ. പണ്ടത്തെ പോലൊന്നും അല്ല, അച്ഛൻ ഇപ്പൊ എന്നെ ഭയങ്കര ദേഷ്യമാണ്. അത് അച്ഛന് കാര്യം മനസ്സിലായി. പണ്ട് പിന്നെ കുറെ വിശേഷിച്ച് ക്യാഷ് എന്ന് പറയുന്നതാണ്. ഇപ്പൊ നിന്റെ സ്വരൂപം മനസ്സിലായടാ. ചേട്ടാ ഞാൻ വല്ലതും പറയും കേട്ടോ. നീ പറയണേ. ശരി, രണ്ടിനോട് ചെല്ല്, സോപ്പിടാൻ ചെല്ലുമല്ലേ, ഞാൻ കാണിച്ചു തരാവേ. കേശുവിടെ മോനെ ചതിക്കല്ലേടാ. നീ കൂടെ നിന്നില്ലേലും വേണ്ടില്ല, ശത്രുഭാവത്തിൽ നിൽക്കല്ലേ. അമ്മയ്ക്ക് പോയാൽ പറ്റുള്ളടാ. കാര്യം കാണാൻ അമ്മയ്ക്ക് സോപ്പിടാൻ അറിയാല്ലേ. പോ ചേട്ടന്ന്. എടാ മുടിയ അല്ല വിഷ്ണു, നമുക്ക് ആശാനെ പോയിന്ന് സോപ്പിടണല്ലോടാ. എങ്ങനെ പോയിട്ടില്ലേ പറ്റുള്ളൂ. അല്ല സംഭവം ടഫാണ്, എന്നാലും നോക്കാം അല്ലേ. നോക്കാം. എങ്ങനെ? ഞാൻ കൂടെ ഇരിക്കാം. ഞാൻ സൂപ്പർ സോപ്പിങ്ങ. പോവാ. അമ്മ എന്തെങ്കിലും വ്യക്തമായിട്ടുള്ള ഒരു കാരണം വേണം, അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് ഏറ്റാ അറിയാലോ. ഉടായ്പന്റെ ഉസ്താദാണ് അച്ഛൻ. നിങ്ങളൊരു കാര്യം ഓർത്തോണം, നിങ്ങൾ പോണത് കടലിന്റെ സൈഡിൽ മണൽ വിൽക്കുകയാണ്. എടാ കേശു, പേടിപ്പിക്കാതെടാ. നിന്റെ അച്ഛൻ വലിയ സംഭവം തന്നെ. ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് പടവലത്തെത്തട്ടെ, വന്നിട്ട് വേണം അച്ഛനെയും മോനെയും അല്ല അച്ഛനെ ഒരു പിടി പിടിക്കാൻ. അച്ഛനെ പിടിപിടിക്കോ പിടിക്കാതിരിക്കോ എന്താന്ന് വെച്ചാൽ അയക്കും. ദേവീതി എന്നെ ഇതിനകത്ത് പിടിച്ചിട്ടുള്ളേ. നിന്നെ ഞങ്ങൾ ഒന്നിനും പിടിച്ചിട്ടില്ല, പക്ഷെ ഞങ്ങളെല്ലാരും കൂടി നീ വലിയ കുരിക്കലും കൊണ്ട് ചാടിക്കരുത്. കുരിക്കില്ല. അത് വിട്. നീ ഉച്ചേച്ചും കൂടി എന്താ സേവാ കേന്ദ്രത്തിന് വേണ്ടിട്ട് ലോൺ എടുക്കാൻ പോണെന്ന് കേട്ടില്ല. എന്താ ലോണാ? ആര് പറഞ്ഞു? അച്ഛൻ്റെ അടുത്ത് നീ പറഞ്ഞത് നമ്മൾ അറിഞ്ഞടേ. അച്ഛൻ വന്ന് പറഞ്ഞത്. അത് ഞാനിപ്പോ ആ കാര്യം സംസാരിക്കാനാണ് പോയത് ഉച്ചേച്ചെടുത്തേ. അപ്പോൾ ഉച്ചേച്ചെടുത്ത് ഞാൻ പറഞ്ഞു ഇപ്പൊ വേണ്ട ലോൺ, നമുക്ക് പിന്നെ റെഡിയാക്കാൻ ലോൺ എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പോയി പഠിക്കട്ടെ, കുറച്ച് പഠിക്കാനുണ്ട്. ശരി കേട്ടാ മക്കളേടാ. എന്താടാ ഒരു വഴി അച്ഛനെ സോപ്പിടാൻ? ഞാൻ ആദ്യം പോയി നോക്കാം. അല്ല വരട്ട്, ഒരു കൃത്യമായ ഒരു പ്ലാൻ ഇല്ലാണ്ട് പോയി കഴിഞ്ഞാൽ പെടുമ്മ. ആദ്യം ഒരു കട്ടൻ ചായയിൽ തുടങ്ങാം. എടുക്കട്ടാ? ഇട്